സ്നേഹത്തിന് ഒരു വേറിട്ട ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കാലങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊച്ചു സംഭവം ഇങ്ങനെയാണ്. ഒരമ്മയും തൻ്റെ പൊന്നോമന വാവയും ഒരു ദ്വീപിൽ ഒരു കപ്പലിൽ അകപ്പെടുകയുണ്ടായി. മാസങ്ങൾ കഴിഞ്ഞിട്ടും അവരെ രക്ഷിക്കുവാനായി അങ്ങോട്ടാരും എത്തിയിരുന്നില്ല. അവർക്ക് വളരെയധികം വിശന്നു. തൻ്റെ കുഞ്ഞിന് ജീവൻ നിലനിർത്തുവാനാവശ്യമായ മുലപ്പാൽ പോലും കൊടുക്കുവാൻ കഴിയാത്ത വിധം ആ അമ്മ തളർന്നു. എന്നാൽ അമ്മയ്ക്കറിയാമായിരുന്നു താൻ മരിക്കുമെന്ന്. എന്നിട്ടും തൻ്റെ വിരലുകൾ ആ കുഞ്ഞിൻ്റെ വായിൽ വെച്ചു കൊടുത്തു. ആ കുഞ്ഞ് വിശന്ന് വലഞ്ഞ് അമ്മയുടെ വിരലുകൾ കടിച്ചു. അതിൽ നിന്ന് രക്തമൊഴുകി. ആ രക്തം ആ കുഞ്ഞിന് ജീവൻ നൽകി. അമ്മയുടെ ജീവൻ പൊലിഞ്ഞു. എന്നാൽ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെട്ടു. അമ്മ സ്വന്തം ജീവൻ തൻ്റെ പൊന്നോമന വാവയ്ക്കായി ദാനം ചെയ്തു. ഇതാണ് യഥാർത്ഥ സ്നേഹം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ താല്പര്യത്തെയും ആഗ്രഹത്തെയും ജീവനെയും പോലും ത്യജിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. സ്നേഹത്തെ പല വ്യക്തികൾ പല രീതികളിലാണ് നിർവചിക്കാറുള്ളത്. എന്നാൽ സ്നേഹത്തെ ഏറ്റവും ലളിതമായി ഇപ്രകാരം നമുക്ക് നിർവചിക്കാവുന്നതാണ്. ഒരു വ്യക്തി തൻ്റെ ആഗ്രഹത്തെയും താല്പര്യത്തെയും ജീവനെപ്പോലും മറ്റൊരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വേണ്ടി ത്യജിക്കുന്നതിന് നമുക്ക് സ്നേഹമെന്ന് പറയാവുന്നതാണ്.